ഹലോ ഹായ് അസ്സലാമു അലൈക്കും നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് എൻ്റെ ഗാർഡൻ്റെ ടെറസ് ഗാർഡനെ കുറിച്ചിട്ട് അത് എങ്ങനെ വെക്കുക, അത് പലർക്കും പല പേടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്തത്, എങ്ങനെയാണ് അതിനെ പരിപാലിക്കേണ്ടത്, എന്താണ് അതിൻ്റെ എന്നൊക്കെയുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ടെറസ് ഗാർഡൻ ചെയ്യുന്നവർ അവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. മീൻസ് നമ്മളെ ഒരു സന്തോഷം. അപ്പോൾ ടെറസ് ഗാർഡൻ ചെയ്യുന്നവർ ആദ്യമായിട്ട് വേണ്ടത് അതൊരു പാഷനായിട്ട് എടുക്കുന്നവർക്ക് മാത്രമേ അത് ടെറസ് ഗാർഡൻ ചെയ്താൽ മതി. ഒരു വരുമാനത്തിനോ അല്ലെങ്കിൽ വേറെ നമുക്ക് താഴെ കിട്ടുന്ന ഈൽഡ് എന്തായാലും കിട്ടൂല. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു വീഡിയോ ചെയ്യണം. അതിൻ്റെ സംശയങ്ങളും എന്താണ് ടെറസ് ഗാർഡൻ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ആദ്യമായിട്ട് ടെറസ് ഗാർഡൻ ചെയ്യുന്നവർ വെക്കേണ്ടത് തൈകൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെ ചെറിയ തൈകൾ എടുക്കാതെ അത്യാവശ്യം കുറച്ചൊരു വലുപ്പമുള്ള ഒരു 2 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷമൊക്കെ ആയ പ്ലാന്റുകൾ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് എന്താ പറഞ്ഞാൽ അതിന് വളരെ ഒരു മടുപ്പുണ്ടാവും ഇതിനോട്. കാരണം ഒരു വർഷമൊക്കെ നമ്മൾ വന്ന് നനച്ചു കൊടുക്കുക, തിരിച്ചു പോവുക, ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു മാനസികമായിട്ട് അതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് പോകും. അപ്പോൾ ആകെ ഈ കൃഷിനോടുള്ള ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ഇത് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഇത് ഫ്ലോപ്പ് ആവും. കാരണം നമ്മൾ വലിയൊരു സംഖ്യ മുടക്കിയിട്ടാണ് ഈ ടെറസ് ഗാർഡൻ കൃഷി ചെയ്യുന്നത്. വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ഉപയോഗിക്കുന്ന ഡ്രമ്മിന് തന്നെ അത്യാവശ്യം ഇപ്പോൾ 1000 ഉറുപ്പ്യൻ്റെ മുകളിൽ ചിലവ് വരുന്നുണ്ട്. പിന്നെ അതിലുള്ള മണ്ണ് കാര്യങ്ങൾ ഇതൊക്കെ വെച്ച് വരുമ്പോൾ വലിയൊരു എമൗണ്ട് നമ്മൾ ഒരു 4000 ഉറുപ്പ്യ 5000 ഉറുപ്പ്യൊക്കെ ചെടി അടക്കം നമുക്ക് വരുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ പകുതി വെച്ച് ഡ്രോപ്പ് ചെയ്ത് പോയിട്ട് അത് വലിയൊരു നഷ്ടക്കച്ചവടമാവും. പിന്നെ ഇതിനോട് നല്ല ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ചെയ്യുക. വീട്ടിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് നടക്കുള്ളൂ. ഒരാളെ കൊണ്ട് മാത്രം ഇത് എത്തിപ്പോവില്ല. പിന്നെ ഒരു ദിവസം ഒരു 1-2 മണിക്കൂർ രാവിലെ ഏർലി മോർണിംഗിൽ നമുക്ക് ചിലവഴിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ വലിയൊരു പ്രയാസമൊന്നും ഇല്ലാതെ നമുക്കിത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏകദേശം 100 ചില്ലാൻ പ്ലാന്റുകളുണ്ട് എൻ്റെ ടെറസിൽ. എല്ലാം ആൾമോസ്റ്റ് എല്ലാം ഈൽഡ് എടുക്കാൻ തുടങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ ടെറസിൽ കൃഷി ചെയ്തിട്ട് നമുക്കിങ്ങനെ ഓരോന്ന് പൊട്ടിച്ചെടുക്കുമ്പോഴുള്ളൊരു സുഖം ഉണ്ടല്ലോ. സപ്പോർട്ടാണെങ്കിലും എന്താണെങ്കിലും ഇത് വല്ലാത്തൊരു സുഖമാണ്. നമുക്ക് കാശ് കൊടുത്താൽ കിട്ടുന്ന സാധനങ്ങളാണെങ്കിൽ കൂടിയിട്ടും പക്ഷെ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളിങ്ങനെ പൊട്ടിച്ചിട്ട് എടുക്കുന്ന ആ ഒരു സുഖം. ഞാൻ പറഞ്ഞത് എൻ്റെ വിളവെടുപ്പ് കൂടെയാണ് ഇതിൽ കാണിക്കുന്നത്, സപ്പോർട്ട. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള 2, 3, 4 സപ്പോർട്ടകൾ ഒരു വീട്ടിൽ നമുക്ക് ഒരു ദിവസത്തിന് ആവശ്യമുള്ള ഡെയിലി പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ദിവസം പൊട്ടിക്കാം. അപ്പോൾ അവിടെയൊക്കെ ഉണ്ട്. പക്ഷെ ഒരു 5-10 സപ്പോർട്ടുകൾ നമ്മളൊരു ദിവസം പൊട്ടിക്കുക. അതേപോലെ തന്നെ അപ്പോൾ ഇങ്ങനെയുള്ളൊരു സുഖം. അപ്പോൾ ഇനി ഓറഞ്ച് ആണെങ്കിലും മുസമ്പി ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് നമ്മളെ വീട്ടിൻ്റെ ഇത് കാണിക്കണമെന്ന് പറഞ്ഞാൽ ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ ഉള്ളൊരു സന്തോഷം ഉണ്ടല്ലോ. ഇനിയിപ്പോൾ എന്താണെങ്കിൽ ആയിട്ടില്ല, പൊട്ടിക്കാൻ ആയിട്ടില്ല, അല്ലെങ്കിൽ പൊട്ടിച്ച് കാണാൻ എന്താ അതിൻ്റെ ഫിനിഷിങ്, എന്താ അതിൻ്റെ ഭംഗി കാണാൻ. ഇത് നാരങ്ങയാണ്. അതിങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ ഉള്ളൊരു സുഖം ഉണ്ടല്ലോ. ഈ സുഖത്തിനാണ് നമ്മൾ ഈ കാശ് ചെലവാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു മനസ്സാണ് നമുക്ക് ഇതിനെപ്പോഴും വേണ്ടത്. നല്ല മനസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കുങ്കാട്ടാണ്. വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു ഫ്രൂട്ട്സാണ്. എന്നാലും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. ഒരു മധുരപ്പുള്ളിയോട് കൂടിയിട്ടുള്ള ഏകദേശം 100 ചില്ലാനോ ഫ്രൂട്ട്സുകളുണ്ട് ഇപ്പോൾ ഇതിൽ. ഇപ്പോൾ ഇത് മാങ്ങയാണ്, ഇത് വെള്ളരിമാവാണ്,
നല്ല ബഞ്ചായിട്ട് കാഴ്ചക്കുന്നത്. ഇത് പഴിച്ചിട്ടില്ല, പക്ഷെ അത് പച്ച തന്നെ നമുക്ക് പൊട്ടിച്ച് തിന്നാൻ പറ്റിയൊരു മാങ്ങയാണ്. പച്ചയിൽ അധികം പുളിയില്ലാത്ത കൊതി കൂടാതെ കേട്ടോ വാര. കുറച്ച് ഉപ്പും കൂടെ ചേർത്താൽ സൂപ്പറാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മളതിൻ്റെ കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ അതിൻ്റെ വിളവെടുപ്പ് ജസ്റ്റ് നിങ്ങളെ കാണിച്ചതാണ്. പിന്നെ ഒരു മാക്സിമം ഒരു 140 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു ഡ്രമ്മ്, അല്ലെങ്കിൽ 100 ലിറ്റർ, നമ്മൾ 220 മുറിച്ചിട്ട് 100 ലിറ്റർ കപ്പാസിറ്റിയിലേക്കുള്ള ഒരു ഡ്രമ്മാണ് വേണ്ടത്. അതിലേക്ക് 1% മണ്ണും 1% 1:1, അതുതന്നെ പകുതി മണ്ണും പകുതി ചാണകവും, ഒരു 100 ഗ്രാം എല്ലുപൊടി ഒരു ഡ്രമ്മിലേക്കുള്ള കണക്കാണ് പറഞ്ഞത്. അത് നമ്മൾ മിക്സ് ചെയ്യും. അപ്പോൾ ഒരു ഡ്രമ്മിൽ എത്ര മണ്ണാണ് നമുക്ക് കൊള്ളുന്നത്, അതിൻ്റെ പകുതി ചാണകം പകുതി നമ്മളെ ചുവന്ന മണ്ണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മണ്ണ് ഒരു വിഷയമല്ല, അതിലുള്ള മൂലകങ്ങളാണ് നമ്മളെ ചെടികൾ വലിച്ചെടുക്കുക. അപ്പോൾ മണ്ണ് ഏതായാലും പ്രശ്നമില്ല. നിങ്ങൾ കടലാസ് ചുരുട്ടിയിട്ടാലും അതിൻ്റെ കൂടെ ചാണകം ഇട്ട് കൊടുത്തിട്ട് ഇത് വെച്ചാൽ ചെടികൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ വേണ്ടത് 1:1 അനുപാതത്തിൽ മണ്ണും, പിന്നെ അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ വളങ്ങൾ, വാമാണെങ്കിൽ വാമ്, അല്ലെങ്കിൽ വെർമി കമ്പോസ്റ്റ് എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. അതൊക്കെ പിന്നെ അഡീഷണലായിട്ട് എന്ത് വേണമെങ്കിൽ, ഇപ്പോൾ നമ്മൾ ബേസിക്കായിട്ട് ഇത്ര വേണ്ടുള്ളൂ. ചാണകം, മണ്ണ്, കുറച്ച് എല്ലുപൊടി വെച്ചിട്ട് തൈകൾ വെച്ചെടുക്കുക. തൈകൾ വെക്കേണ്ട തൈകളുടെ വലിപ്പം ഞാൻ പറഞ്ഞല്ലോ. മിനിമം ഒരു 2 വർഷമെങ്കിലും ആയ തൈകൾ വെച്ചാൽ ഒരു വർഷം നമ്മൾ പരിപാലിച്ച് പിറ്റത്തെ വർഷം നമുക്ക് ഈടെടുക്കുന്ന രൂപത്തിൽ ചെയ്യാം. പിന്നെ വർഷത്തിൽ ഒരു 2 പ്രാവശ്യം ഡോളോമേറ്റ് അല്ലെങ്കിൽ പച്ചക്കക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കണം. അത് മണ്ണിൻ്റെ pH ലെവൽ കൺട്രോൾ ചെയ്യാനും പിന്നെ മഗ്നീഷ്യം അതേപോലെ തന്നെ കാൽസ്യം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെടികൾക്ക് അത്യാവശ്യമുള്ളൊരു ഘടകമാണ് മൈക്രോ ന്യൂട്രിയൻസ് വർഷത്തിൽ ഒരു 3 പ്രാവശ്യം നമ്മൾ കൊടുക്കുക. മണ്ണിൻ്റെ pH ലെവൽ ചെയ്യാൻ നമ്മൾ pH ബൂസ്റ്ററായിട്ടുള്ള പച്ചക്കക്ക പൊടിച്ചത് ഉപയോഗിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഡോളോമേറ്റ് ഉപയോഗിക്കുക. ഡോളോമേറ്റ് അറിയാലോ, അതൊരു കല്ല് പൊടിച്ചുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ബാക്ടീരിയനൊന്നും നശിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിലും നമുക്ക് കാൽസ്യം മഗ്നീഷ്യം എന്നുള്ള ആ 2 സാധനങ്ങൾ നമുക്ക് കിട്ടും. ഈ ന്യൂട്രലൈസ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ്, pH ലെവൽ ബൂസ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് പച്ചക്കക്ക പൊടിച്ചതാണ്. കുമ്മായം ഇട്ട് കൊടുക്കുക. പക്ഷെ കുമ്മായം ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് വളം ഇട്ട് കൊടുക്കാൻ പറ്റില്ല. പിന്നീട് രണ്ടാമത് ഒരാഴ്ച 15 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ കുമ്മായത്തിൻ്റെ കൂടെ വളം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വാട്ടറിങ് ആണ്, വെള്ളം. ഇപ്പോൾ മണ്ണിൻ്റെ നടുന്നത് പറഞ്ഞു, അതിനുശേഷം നമ്മൾ കുമ്മായം ഇട്ട് കൊടുക്കണത് പറഞ്ഞു. പിന്നെ വെള്ളം മസ്റ്റായിട്ട് നമ്മളൊരു 7 ലിറ്റർ വെള്ളമെങ്കിലും ഒരു ഇതേപോലത്തെ ഡ്രമ്മിന് ഡെയിലി കൊടുക്കണം. കാരണം നമ്മൾ താഴെ വെച്ച ചെടികൾക്കാണെങ്കിൽ വെള്ളം എവിടുന്നെങ്കിലും വേരുകൾ വലിച്ചു കൊണ്ടുവരും. പക്ഷേ നമ്മൾ ഡ്രമ്മിലുള്ളതിന് നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരുപാട് ആളുകളുടെ പരാജയത്തിൻ്റെ ഒരു കാരണം, ടെറസിൽ വെച്ച് പരാജയപ്പെട്ടതിൻ്റെ കാരണം ഡെയിലി നനയ്ക്കലില്ല എന്നുള്ളതാണ്. ഡെയിലി നനയ്ക്കൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ ഇനി നമുക്ക് പോയി നനക്കാൻ പറ്റണില്ലെങ്കിൽ ഓട്ടോമാറ്റിക് സിസ്റ്റമൊക്കെ ഇപ്പോൾ നമുക്ക് മൊബൈലിൽ ഇരുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സിസ്റ്റങ്ങളൊക്കെ ഉണ്ട്. 10,000-2,500 റുപ്യ ചിലവാക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആ യൂണിറ്റ് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ആ പൈപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ അത് ഒരുവിധം നല്ല ഷോപ്പുകളിലൊക്കെ പോയാൽ, നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പുകളിൽ പോയാൽ അതിൻ്റെ പിന്നെ ഡിവൈസ് വാങ്ങിക്കാൻ കിട്ടും. ഓട്ടോമാറ്റിക് നമ്മൾ മൊബൈലിൽ ഇരുന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വെള്ളം മസ്റ്റായിട്ട് നമ്മൾ കൊടുത്തേ പറ്റൂ. ഡെയിലി വെള്ളം കൊടുക്കണം. അതിൻ്റെ അളവ് കുറച്ച് കൂടി കുറഞ്ഞെന്നുള്ളതല്ല, കൊടുക്കുന്നത് ഡെയിലി കൊടുത്താൽ മാത്രമേ നമ്മുടെ പ്ലാന്റുകൾ നല്ല പച്ചപ്പിൽ നല്ല ഉഷാറായിട്ട് നിൽക്കുള്ളൂ. അതിൻ്റെ മാവ് പൂത്ത് തുടങ്ങുന്നതാണ്. അത് അൽഫോൺസിൻ്റെ മാവാണ്. അപ്പോൾ അതിന് പൂക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് സ്ട്രെസ് ഒരു 2-3 ദിവസം ഒന്നിടവിട്ടിട്ടാണ് നനച്ച് നിർത്തിയിരുന്നത്. അങ്ങനെയുള്ള ഈ പൂക്കണയും കായ്ക്കണ സമയത്ത് നനകൾ കുറച്ച് കൺട്രോൾ ചെയ്യാമെന്നല്ലാതെ ബാക്കിയുള്ള കംപ്ലീറ്റ് ദിവസങ്ങളിലും നമ്മൾ നന നിർബന്ധമാണ്. ഈവൻ വർഷക്കാലത്ത് വരെ നമ്മൾ ചിലപ്പോൾ നനക്കേണ്ടി വരും. കാരണം ചെറിയ ചെറിയ മഴകളൊക്കെ ഉള്ള സമയത്ത് ഇലകൾ തട്ടിയിട്ട് ഇതിൻ്റെ ഇവിടെ വെള്ളം വീഴൂല. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് മഴക്കാലത്താണെങ്കിലും ഒരു 1-2 ദിവസം ഇടവിട്ടിട്ട് ഒന്ന് കുറേശ്ശെ നനച്ചു കൊടുക്കണത് നല്ലതാണ്. പിന്നെ വളപ്രയോഗം മാസത്തിൽ ഒരിക്കൽ നിർബന്ധമായിട്ടും നമ്മൾ ലിക്വിഡ് ഫോർമാറ്റിലായിട്ട് കൊടുക്കണം. കരവളമായിട്ട് ഉപയോഗിക്കരുത്, ലിക്വിഡ് ഫോർമാറ്റിലാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ വളം നിർബന്ധമായിട്ട് കൊടുക്കണം. പിന്നെ മൾട്ടി ന്യൂട്രിയൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, അത് 3 മാസത്തിലൊരിക്കൽ കൊടുക്കണം. ഇതൊക്കെ ചെയ്യാനും സമയമൊക്കെ ഉള്ളവർ മാത്രം ഇതിന് മെനക്കെട്ടാൽ മതി. ഇതിൻ്റെ നമുക്കൊരു ഈൽഡ് കിട്ടാന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവില്ല. വലിയ മരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നല്ലാണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ ടെറസ് ഗാർഡനിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്.
നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിപ്പോൾ എങ്ങനെ ഇപ്പോൾ പറഞ്ഞറിയിക്കുക എന്നുള്ള സിഗരറ്റ് വലിക്കണവനോട് അവനക്ക് അതിൻ്റെ സുഖം എന്താണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. മറ്റുള്ളവർക്ക് അത് ഒരു ചീത്ത പ്രവൃത്തിയായിട്ടാണ് നമുക്ക് തോന്നുക. അപ്പോൾ അവനക്ക് അതിലൊരു സുഖം കണ്ടെത്തുന്ന പോലെ ഈ കൃഷിയിലൊരു സുഖം കണ്ടെത്തുന്ന ആളുകൾക്ക് ഇതിങ്ങനെ കായ്ച്ചത് പൊട്ടിക്കാനല്ല, ഇത് പൊട്ടിക്കാനൊന്നും നമുക്ക് മനസ്സ് വരില്ല. ഇതിങ്ങനെ കണ്ട് നിൽക്കുക, ഇതിങ്ങനെ കായ്ച്ച് കണ്ട് നിൽക്കുക, അതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്, ചെറിയ വീഡിയോ ആണ്. അപ്പോൾ കുറേ ആളുകൾക്കുള്ള സംശയമാണ് എത്ര വെള്ളം കൊടുക്കണോ, എങ്ങനെ കൊടുക്കണോ, എത്ര ഡ്രമ്മിൻ്റെ അളവ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഒക്കെ ഏകദേശമൊക്കെ ഒരു മനസ്സിലായിട്ടുണ്ടാവും. ഒരു വലിയ മാവൊക്കെ നമുക്ക് വെക്കേണ്ടതാണ്. ഒരു 10-15 കൊല്ലമൊക്കെ നമുക്ക് വെക്കേണ്ട ഒരാൾക്ക് നമ്മൾ ചെറിയ ഇത് എന്തായാലും ഉപയോഗിക്കരുത്. പിന്നെ ഈ ഡ്രം ഇപ്പോൾ കിട്ടാനില്ല, ഭയങ്കര വിലയാണ്. അപ്പോൾ ഞാൻ വേറൊരു ഡ്രമ്മ് കട്ട് ചെയ്തിട്ട് അതിന് റിങ്ങൊക്കെ ഇട്ടിട്ട് അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം. അത് എങ്ങനെയാണ് ഭംഗിയാക്കുക, എങ്ങനെയാണ് ഉറപ്പാക്കുക എന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ പുതിയ ഗാർഡൻ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഈ ഡ്രമ്മ് കിട്ടാതായപ്പോൾ സാധാ വലിയ ഡ്രമ്മിനെ കട്ട് ചെയ്തിട്ട് അതിനൊരു റിങ്ങൊക്കെ ഇട്ടെടുത്ത് ഒരു ഭംഗിയാക്കി പെയിന്റ് അടിച്ചിട്ട് അത് എങ്ങനെ ചെയ്യാന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഗാർഡനിൽ ഒരുപാട് പേര് കണ്ണൂരിൽ നിന്നാണെങ്കിലും തിരുവനന്തപുരത്തു നിന്നാണെങ്കിലും കന്യാകുമാരിയിൽ നിന്നാണെങ്കിലും ഒരുപാട് പേര് കാണാൻ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങൾ എങ്ങനെ ടെറസ് ഗാർഡൻ ചെയ്യാന്നുള്ളത് പഠിക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ അവർക്കൊക്കെ ഞാനത് വന്നാൽ ശരിക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ കൂടുതൽ പേരും പ്ലാന്റുകൾ വാങ്ങിക്കാൻ വരുന്നവരാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് നമ്മളെ വീട്ടിൽ വന്ന വിസിറ്റേഴ്സിനെ അല്ലെങ്കിൽ ഗാർഡനിൽ വന്ന വിസിറ്റേഴ്സിനൊക്കെ ഒന്ന് കാണിക്കാം. ഓക്കെ, എങ്ങനെ ഉണ്ടോന്ന് നോക്കാം. ഉള്ളത് കഴിച്ചിട്ട് എന്താ ഫീൽ ചെയ്യണത് പറഞ്ഞാൽ മതി. ചെറിയൊരു പുളിയുള്ളൂ, മധുരണ്ടാ? ഓറഞ്ച് കഴിക്കുന്ന മധുരണ്ടാ? ഓറഞ്ച് കഴിക്കണം, നമ്മളെ ഇവിടുന്നൊക്കെ വാങ്ങണം ഓറഞ്ച് വഴി തന്നെ. ഒന്ന് അതെന്താ പ്രശ്നം പറഞ്ഞാലേ അത് പൊട്ടിക്കേണ്ട ടൈം കഴിഞ്ഞിരിക്കുന്നു, ഡ്രൈ ആയിക്കണം. അതിപ്പോ 1 മാസം മുന്നേ പൊട്ടിക്കേണ്ട സാധനമാണ്. അത് ഷോക്ക് ഇങ്ങനെ വെച്ച് നീര് പറ്റിയതാണ്. കുരു കടിച്ചാൽ നല്ല കയ്പുണ്ടാവും. ആ അതെടുത്തോളൂ, കുഴപ്പമില്ല. നമുക്ക് കന്യാകുമാരിയിൽ നിന്ന് ഇന്ന് രാവിലെ എത്തിയൊരു ഗസ്റ്റാണ്. അപ്പോൾ അതിരാവിലെ ഇപ്പോൾ സമയത്തിനായി 8 മണി. 8 മണിക്ക് തന്നെ നമുക്ക് മൂപ്പരെ കൊണ്ട് റിവ്യൂ നോക്കാം. അതിൻ്റെ നമ്മളെ കലമെൻട്രീനാണ് കേട്ടോ. കലമെൻട്രീൻ, മറ്റേത് മെൻട്രീന് ചോപ്പ്, ഇത് കലമെൻട്രീന്. അച്ഛനും മകനുമാണ്. എന്താ പേര് പറഞ്ഞേ? എൻ്റെ പേര് കെമി. ഓക്കെ, ഇത് ഡ്രൈ ആയിട്ടുണ്ട്. ഇത് പൊട്ടിക്കേണ്ട ടൈം കഴിഞ്ഞു. 6 ദിവസം വെള്ളം ഇല്ലാണ്ട് വന്നിട്ടേ. എങ്ങനെയുണ്ട്? നല്ല രുചിയുണ്ട്. ഓക്കെ, തായ്പിങ്ക് പേരാണ്. ഇപ്പൊ കൊമ്പൊടിഞ്ഞ് വീണതാണ്. ഇപ്പൊ അവരാണ് കണ്ടത്. നിങ്ങൾ എവിടുന്ന പറഞ്ഞേ? കോട്ടക്കല്. ഒന്ന് പൊട്ടിച്ചാളെ. എത്ര ഉണ്ടാവും അതിന്റെ തൂക്കം ഏകദേശം? എൻ്റെ 500 ഗ്രാമിന്റെ മേലെ ഉണ്ട്. എന്താ പാടൊന്നൊന്ന് മുറിച്ചു നോക്കാം. തായ്പിങ്ക് പേരൊക്കെയാണിത്. ആയിട്ടില്ല, അത് കൊമ്പൊടിഞ്ഞ് വീണപ്പോ ഇപ്പം മുറിച്ചതാണ്. സമയമായിട്ടില്ല ഇത്. തായ് പിങ്ക് അയക്കണമെന്ന് നോക്കുകയാണെങ്കിൽ അതോ വൈറ്റ് തന്നെയാണോ എന്ന് നോക്കുകയാണെങ്കിൽ ഉള്ളത്. പിങ്ക് വരുന്നതാണ്. ഒരാഴ്ച 2 ആഴ്ചന്റെ സമയം കൂടെ ഉണ്ട്. അത് കഴിച്ചോക്കെ. പച്ച മധുരണ്ട് ഇപ്പൊ തന്നെ. മധുരാവാനായിട്ടില്ല. നിങ്ങള് മധുരണ്ട്? നല്ല മധുരമായിട്ടില്ല. അത് 2 ആഴ്ചയും കൂടെ കഴിയണം പിങ്ക് ആവണം. അതിന്റെ വെള്ള കണ്ട, വെള്ള കയറി വരണുള്ളൂ. പിങ്ക് മക്ക് വന്നിട്ടില്ല. ഇതാണ് തായ് പിങ്ക് പേര. അപ്പൊ തായ് പിങ്ക് എന്ന് പറഞ്ഞിട്ട് കുറെ പേരകൾ മാർക്കറ്റിൽ കിട്ടും.
ഒറിജിനൽ എന്നല്ല, ഇതാണ് സാധനം. തായ് പിങ്ക് ഇതാണ്. അല്ലാതെ തായ് പിങ്ക് സ്റ്റിക്കർ കണ്ടിട്ട് കൊണ്ടോട്ടി തന്നെയല്ലേ? കൊണ്ടോട്ടി അവിടെ പ്രോപ്പർ വലിയോർമ്മ. എന്തായാലും സീറ്റ് പുഷ് ഓറഞ്ച്, ഉണങ്ങിയ സീറ്റ് പുഷ് ഓറഞ്ച് ആണ്. മോരണ്ടാ സീറ്റ് എന്ന് പറയാല്ലേ? പക്ഷെ വെള്ളമില്ല, അതിൽ ഒക്കെ ഡ്രൈ ആയിക്കണ്. നമ്മളെ റാസ് ഗാർഡൻ കാണാൻ വന്നവരാണ്. പെരിന്തൽമണ്ണ എന്നാ? ശരി, ഒന്ന് കഴിച്ചു നോക്കിയാ എന്താ? വെള്ളമില്ല എന്നാ ഇവിടുന്ന് വാങ്ങി പോയിട്ടുണ്ട്, നമ്മളറിയില്ലല്ലോ എന്ന് വന്ന്. അത് ശരി. ആ ഓക്കെ ഓക്കെ. ആ ശരി ശരി. പെരിന്തൽമണ്ണ അല്ലേ? ആ നല്ലതാ. അതിന് വെള്ളമില്ല, വെള്ളം പറ്റി ഡ്രൈ ആയതാ. മരമുന്തിരി. ഓ പിന്നെ അത് സബാറ എന്ന് പറഞ്ഞ ഇനുണ്ട്, അത് കുറെ വർഷം എടുക്കും. നമ്മളെ ഗാർഡൻ, റാസ് ഗാർഡൻ കാണാൻ വന്നവരാണ്. ഇവിടുന്ന് പൊന്നാനി അല്ലേ? പൊന്നാനി, ചാവക്കാട് ആ ഭാഗത്തു നിന്നൊക്കെ വന്നവരാണ്. നമ്മളെ എന്താ പറയാ, നമ്മളെ ചാനലിന്റെ സ്ഥിരം പ്രേക്ഷകരാണ്. അപ്പൊ ഗാർഡൻ കാണാനും പ്ലാന്റ് വാങ്ങാനൊക്കെ ആയിട്ട് വന്നതാണ് അവര്. അപ്പോൾ ഓറഞ്ച് കാണാൻ വന്നതാണ്. ഓറഞ്ചൊക്കെ മൊട്ടായിട്ടുണ്ട്, ഒന്നുമില്ല. നമ്മളെ തിരുവനന്തപുരത്ത് നിന്ന് വന്നവർക്കും പർപ്പിൾ പേര വേണമെന്ന് പറഞ്ഞ് അപ്പോൾ ഉള്ളതൊന്ന് കൊടുത്തവർക്ക്. തിരുവനന്തപുരം എവിടെ പറഞ്ഞു നിങ്ങള്? വെഞ്ഞാറമൂട്, കല്ലറ. ഓക്കെ. എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്തിട്ട് പറയും. പഴുപ്പ് ഇതായിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഇതുവരെ കഴിച്ചിട്ടുണ്ടോ? പർപ്പിൾ പേരൊക്കെ കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ല. ആദ്യമായിട്ട് കഴിക്കാം. ടേസ്റ്റ് ഉണ്ട്, നമുക്ക് വീട്ടിലൊക്കെ വെക്കാം. നല്ല പേരൊക്കെ. നമ്മൾ പർപ്പിൾ ഗവാണ്. ഒന്ന് കഴിച്ചു നോക്കാം, എങ്ങനെ ഉണ്ട് അതിന്റെ റിവ്യൂ? എങ്ങനെ ഉണ്ട്? നല്ല ടേസ്റ്റ് ചേട്ടാ, നല്ല ടേസ്റ്റ്. സാർ എവിടുന്നാ? ഞാൻ മാർത്താണ്ഡം, തമിഴ്നാട്. ഓക്കെ ഓക്കെ. റാസ് ഗാർഡൻ കാണാനായിട്ട് വന്നതാണ്, ഇതിനു വേണ്ടി വന്നതാണ്. ഓക്കെ ഓക്കെ. പുള്ളി റിലേഷനാ? ചേട്ടനാണ്. കഴിച്ചോ? പേര കഴിച്ചല്ലേ? അടിപൊളി. പർപ്പിൾ പേര കഴിക്കുന്നത് ഫസ്റ്റ്. ഞാനും അതാണ്. ആ പറഞ്ഞോളൂ. അതിന്റെ സൈസ് ഒന്ന് നോക്കൂ. ഓക്കെ. ഇതാണ് ഗ്രീൻ ബെയർ ആപ്പിൾ എന്ന് പറഞ്ഞ സാധനം. അപ്പൊ നിങ്ങൾ അവിടെ തൈ സ്ഥലം. ഓ കഴിച്ചോളൂ, നമ്മുടെ ലിസ്റ്റിലുണ്ടല്ലോ. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്. മധുരമായിട്ടുണ്ടോ? സൂപ്പറാണ്. അതിന്റെ നല്ല അത്യാവശ്യം സൈസ് ആവും. പക്ഷേ നല്ല ടേസ്റ്റ് ആണ്. താങ്ക് യു ചേട്ടാ ഫോർ ദ ഫ്രൂട്ട്. നമ്മൾ ഗാർഡൻ കാണാൻ വന്ന ടെറസ് ഗാർഡൻ, കന്യാകുമാരി ഡിസ്ട്രിക്ട് മാർത്താണ്ഡം. മരമുന്തിരി നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് കഴിക്കുകയാണോ? ആദ്യമായിട്ട് കഴിക്കുകയാണ്. ഞങ്ങളെ നാട്ടുകാരാട്ടോ, ആദ്യമായിട്ട് ഇവിടെ കേറിയതാണ്. ഇവിടെ തന്നെ അല്ലേ നമ്മളെ വാളൂര്? അധികം ദൂരമൊന്നുമില്ല, നമ്മളെ അടുത്ത് തന്നെയാണ്. നമുക്കിന്ന് അരീക്കോട് നിന്നല്ലേ നിങ്ങള്? അരീക്കോട് എവിടെ സ്ഥലം? കാവന്നൂര്. ഈ പ്ലാന്റ് എടുക്കാനായിട്ട് വന്നതാണ്. എടുത്തിട്ടുണ്ട്. ഓക്കെ ശരി. എന്തായാലും റാസ് ഗാർഡൻ വിസിറ്റ് ചെയ്ത മുന്നേ വന്നിട്ടുണ്ടോ? മുന്നേ വന്നിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇതിന്റെ നാംഡോക്കിന്റെ വേറൊരു പ്ലാന്റ് ആണ്. നേരത്തെ വേറൊരു പ്ലാന്റ് ഞാൻ കാണിച്ചിരുന്നു. അത്യാവശ്യം നന്നായിട്ട് കായപ്പിടുത്തുണ്ട്. പക്ഷെ ഇപ്രാവശ്യം നമുക്കറിയാം പൊതുവെ വളരെ കുറവാണ് മാങ്ങ. എൻ്റെ ഇതിലിപ്പോൾ ഏകദേശം 34-35 മാവുള്ളടത്ത് ആകെ കായ്ച്ചിക്കണത് ഒരു 6-7 മാവാണ് നമുക്ക് കായ്ച്ചിട്ടുള്ളത്. ഗോലക്ക ഇതാണ് ഗോലക്കിൻ്റെ മാങ്ങയാണ് ഈ കാണുന്നത്. അത്യാവശ്യം മാങ്ങ പിടിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഫ്ലവർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ മുതലമടയെന്നൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, റസാക്ക എന്താണ് ഇപ്രാവശ്യം ആകെ പ്രശ്നമാണ്. സാധാരണ നമുക്കറിയാം ഇന്ത്യയിൽ ഏറ്റവും ഫസ്റ്റിൽ മാങ്ങ ഉണ്ടാകുന്ന സ്ഥലമാണ് മുതലമടയിൽ പോലും ഇക്കുറി ഏറ്റവും ചൂടുണ്ടായിട്ട് പോലും അവിടെ മാങ്ങ ഇതുവരെ വളരെ 25% മാങ്ങ അവർക്ക് ഇക്കൊല്ലം ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇക്കൊല്ലം മറ്റുള്ളവരുടെ അവസ്ഥ ഇപ്പോൾ നമ്മളെ RT2 ആണെങ്കിൽ ഫുള്ള് ഫ്ലവർ ചെയ്തിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു.
പക്ഷെ കംപ്ലീറ്റ് പോയി, ആ മഴയത്ത് കംപ്ലീറ്റ് പോയി. ഇപ്പൊ രണ്ടാമത് ഇതങ്ങനെ ഫ്ലവർ ഇട്ട് വരുന്നുണ്ട്. ചെറിയൊരു പ്രതീക്ഷകളൊക്കെ നൽകിക്കൊണ്ട് നമുക്ക് നമ്മളൊരു ചെറിയൊരു സന്തോഷം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി എന്താണ് അവസ്ഥ എന്നുള്ള അറിയില്ല. അപ്പോൾ ഇവിടെ വന്നവർക്കും വിസിറ്റ് ചെയ്തവർക്കും നന്ദി പറഞ്ഞതോട് കൂടെ തന്നെ എൻ്റെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്, നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് വലിയ സപ്പോർട്ട്. അപ്പോൾ നിങ്ങൾ പരമാവധി ഇതിൽ ഇഷ്ടമുള്ളവർ, എനിക്കറിയാം ഈ വീഡിയോ കാണുന്നവർ കൃഷിനോട് താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് കളയുന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ കൃഷിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ വൈകുന്നേരം ഒരു 7 മണിയുടെ ശേഷം വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ വരിക. പിന്നെ കമൻസ് അടിച്ചിട്ടാൽ വലിയ മറുപടി ഒന്നും പറയാൻ നമുക്ക് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കാനുള്ള ഒരു പ്രയാസമാണ്. ഒരാൾക്കറിയാലോ, ഒരു ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് അടിച്ചുണ്ടാക്കാൻ 1 മിനിറ്റ് കൂട്ടിയാൽ തന്നെ ഒരു 10-50 മെസ്സേജിന് റിപ്ലൈ കൊടുക്കാൻ പറഞ്ഞാൽ ഭയങ്കര പ്രയാസമാണ്. ഇപ്പോൾ ടെസ്റ്റ് ഇട്ടാൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ വായിച്ചോ വോയിസൊക്കെ കേട്ട് മറുപടി കൊടുക്കുമ്പോഴത്തേന് കുറേ ടൈം എടുക്കും. കഴിയണോ വൈകുന്നേരം ഒരു 5-6 മണിയുടെ ശേഷം വിളിച്ച് സംശയം ചോദിക്കുക, അല്ലാത്തവർക്ക് വാട്സപ്പ് ചെയ്തിടുക. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. ഇനി കൊടുക്കാതിരിക്കുന്നത് നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടോ, കാരണം അപ്പുറമുള്ള ആളാരൊന്നും എനിക്കറിയില്ലല്ലോ. അപ്പോൾ ചിലർക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, അതുകൊണ്ടൊന്നല്ല, സമയക്കുറവ് കൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ആദ്യത്തെ പോലെയല്ല, നഴ്സറിയും കൂടെ തുടങ്ങി. നഴ്സറിയിൽ ഇപ്പോൾ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സാധനങ്ങൾ വന്നതിൻ്റെ റീപാക്ക് ചെയ്യലും കവർ മാറ്റലും, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതാണ് പിന്നെ നമ്മൾ റിപ്ലൈ തരാൻ താമസിക്കുന്നത്. അപ്പം കൂടുതൽ വിശേഷങ്ങളും മറ്റുള്ള വിവരങ്ങളൊക്കെ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുറസാഖ് തിരൂർ.